കഴിഞ്ഞ ദിവസത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളിൽ ബി.ജെ.പി തൂത്തുവാരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 10ൽ 9 മേയർ സ്ഥാനങ്ങളും ബി.ജെ.പി പിടിച്ചടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കോൺഗ്രസ് പതിവ് പോലെ വട്ടപൂജ്യം തന്നെയാണ്, അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഡൽഹിയിലും വട്ടപൂജ്യമായിരുന്നു, ഹരിയാനയിലും വട്ടപൂജ്യമായിരുന്നു. അങ്ങനെ വട്ടപൂജ്യം എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ കോൺഗ്രസ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നേറുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് അവിടെ ലഭിച്ചത് എന്നൊന്നും പറയാനില്ല. കാരണം കോൺഗ്രസ് അപ്പോഴും പൂജ്യമാണ്, ഇപ്പോഴും പൂജ്യമാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്കും കോൺഗ്രസിനും ഒരു പരീക്ഷണം പോലെയായിരുന്നു എന്നാണ് മാധ്യമങ്ങളെല്ലാം എഴുതിയത്. ആ പരീക്ഷണത്തിൽ ബി.ജെ.പി വിജയിച്ചു. ഹരിയാന ബി.ജെ.പിയുടെ അടുത്ത ഗുജറാത്തായി മാറുകയാണെന്നാണ് പല മാധ്യമങ്ങളും ഒന്ന് എഴുതിയത് തന്നെ. എന്തായാലും ഹരിയാനയിലാണ് നരേന്ദ്രമോദി സർക്കാരിനുള്ള പല പ്രതിഷേധങ്ങളുടെയും കേന്ദ്ര ഉറവിടമായിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർഷക സമരം, ഗുസ്തി താരങ്ങളുടെ സമരം, എന്തിനു പറയുന്നു, അവിടെ ഉണ്ടായ സമരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അഗ്നിവീർ സമരം, അങ്ങനെ വലിയ സമരങ്ങളായിരുന്നു. അവിടെ നിന്ന് ഉയർന്നു വന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഒരു സമരമാണ് ഗുസ്തി താരങ്ങളുടെ സമരം. കേരളത്തിന്റെ സ്വന്തം പ്രവചന സിംഹം പോൾ നീരാളിയായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ പോലും പറഞ്ഞത് ഗുസ്തി താരങ്ങളുടെ സമരം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഹരിയാനയിൽ ബി.ജെ.പി അവിടെ വിജയിക്കില്ല എന്നൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ഓരോ വീട്ടിലും ഓരോ ഗോതയുണ്ടെന്നും ഗുസ്തി ഉണ്ടെന്നും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു പറ്റിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ഗുസ്തി താരം വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. വിനേഷ് ഫോഗട്ട് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടും ഒരു ഗുസ്തി താരമായതുകൊണ്ടും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ കളിക്കാൻ പോകുന്നത് കൊണ്ടെല്ലാം വലിയ രീതിയിലുള്ള പ്രശംസ വിനേഷ് ഫോഗട്ട് പിടിച്ചു പറ്റിയിരുന്നു. എന്നാൽ വിനേഷ് ഫോഗട്ട് തൻ്റെ ഒളിമ്പിക്സിന്റെ പ്രകടനം കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം കോൺഗ്രസിൽ ചേരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതുവരെ വിനേഷ് ഫോഗട്ടിനെ പുകഴ്ത്തിയവർ അവർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ വാവുത്തിയിരിക്കുകയാണ് ചെയ്തത്. കാരണം അതുവരെ രാജ്യമാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പുത്രിയാണ് എന്നൊക്കെ പറഞ്ഞ വിനേഷ് ഫോഗട്ട് ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു, ആ അജണ്ടയായിരുന്നു നടപ്പിലാക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യമാണ് അപ്പോൾ പുറത്തു വന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജുലാന മുനിസിപ്പാലിറ്റി ചെയർമാൻ ഇലക്ഷനിൽ ബി.ജെ.പി അവിടെ വിജയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജുലാന മുനിസിപ്പാലിറ്റി ഇലക്ഷൻ അവിടെ ബി.ജെ.പി വിജയിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിനേഷ് ഫോഗട്ടാണ് അവിടുത്തെ സിറ്റിംഗ് എം.എൽ.എ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. വിനേഷ് ഫോഗട്ട് അവിടുത്തെ സിറ്റിംഗ് എം.എൽ.എ ആയതുകൊണ്ട് തന്നെ ഹരിയാനയിൽ കഴിഞ്ഞ തവണയാണ് വിനേഷ് ഫോഗട്ട് അവിടെ വിജയിച്ചത്. വിനേഷ് ഫോഗട്ട് അവിടെ വിജയിച്ചപ്പോൾ ഇത് ഹരിയാനയുടെ വിജയമാണ്, ആ ഒരൊറ്റ വിജയം മാത്രം മതി, ഞങ്ങൾക്ക് ഹരിയാനയിൽ വേറെ വിജയമൊന്നും വേണ്ട, ഇത് ബി.ജെ.പിക്ക് മുഖത്തേറ്റ അടിയാണ്, നരേന്ദ്രമോദി ഇറങ്ങി ഓടി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ അത് പറഞ്ഞ് ആശ്വസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വിനേഷ് ഫോഗട്ട് അവിടെ ജുലാനയിൽ ഇരിക്കുന്ന അവിടെ തന്നെ ഇപ്പോൾ മേയറായിട്ട് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ചെയർമാനായിട്ട് വരാൻ പോകുന്നത് ഹരിയാന ജുലാന മുനിസിപ്പാലിറ്റി ഒരു ബി.ജെ.പിക്കാരനാണ് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇതും വച്ചുകൊണ്ട് ഇപ്പോൾ അവിടെയുള്ള മാധ്യമങ്ങളെല്ലാം വീണ്ടും ഹരിയാന ബി.ജെ.പിയുടെ അടുത്ത ഗുജറാത്തായി മാറാൻ പോകുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് അവിടെ കിട്ടിയത്, പ്രത്യേകിച്ച് വിനേഷ് ഫോഗട്ടിന് അവിടെ കിട്ടാൻ പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.